മാഹിർ അലി കോഴിക്കോട് പന്തീരൻകാവാണ് സ്വദേശം. ഫാർമസിയിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്ന സമീർ അലിയുടെയും അധ്യാപികയായ ഹഫീജ സമീറിന്റെയും മകനാണ് മാഹിർ അലി. +1 +2വിനൊപ്പം ബ്രില്യന്റിലെ എൻട്രൻസ് പരിശീലനം നേടിയാണ് മാഹിർ ഈ വലിയ നേട്ടം കൈവരിച്ചത്. മാഹിർ റഹ്മാനിയ HSSലാണ് തന്റെ +1 +2 പഠനം പൂർത്തിയാക്കിയത്. മാഹിർ അലിയുടെ വീട്ടിലെത്തി മാഹിർ അലിയെ ഈ വലിയ സ്വപ്നത്തിലേക്ക് നയിച്ച മാഹിർ അലിയുടെ ഫാമിലിയെയും അഭിനന്ദിക്കാൻ ബ്രില്യന്റ് ഡയറക്ടർ ജോർജ് തോമസ് ആറും ഒപ്പം മറ്റു ടീം അംഗങ്ങളും എത്തിയിരിക്കുകയാണ്. വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ബ്രില്യന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷം തന്നെയാണിത്. IIT കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതായത് ഇപ്പം ഇതുവരെയുള്ള പഠിത്തത്തിൽ ഇപ്പൊ കിട്ടിക്കുന്ന ഏറ്റവും നല്ല വൻ വിജയമാണ് ഇത് അല്ലേ? അപ്പൊ എത്ര റാങ്ക് വന്നിരിക്കുന്നത് IITക്ക് അഡ്വാൻസിന്? 645 വന്നു. ജെയ് മെയിനോ 605. ഏതാണ്ട് രണ്ടും ഒരുപോലെ അല്ലേ? അപ്പം +2ന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? +2 1200 1192 ഉണ്ട്. സബ്ജക്റ്റിന് ഫുൾ ഉണ്ടോ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഫുൾ ഉണ്ട്. പിന്നെ അറബിക് ഉണ്ട്. അപ്പം എങ്ങനെ പഠിത്തം എങ്ങനെയാണ്? +2ന്റെ ഒപ്പം തന്നെയാണല്ലോ ഇതൊക്കെ പഠിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? മാനേജ് ചെയ്ത് പോകാൻ പറ്റി. നല്ല സ്കൂളിലൊക്കെ കൃത്യമായി സ്കൂളിലും പഠിച്ചു, ഇതും പഠിച്ചു. അപ്പോൾ സ്കൂളിലൊപ്പം പഠിക്കുന്നത് യാതൊരു പ്രശ്നമില്ല അല്ലേ? ബ്രില്യന്റിന്റെ ഹൈബ്രിഡ് ബാച്ചാണ് അല്ലേ? ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസങ്ങളും അവധി ദിവസങ്ങളിലുള്ള ബാച്ചായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് വരുമായിരുന്നു. ബസ് ഉണ്ട്, ഡയറക്റ്റ് ബസ്. അത്ര സമയം എടുക്കുന്നുണ്ടോ വണ്ടിക്ക്? ബസ്സിന് ഒരു 20 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇപ്പം നിന്റെ കൂടെ പഠിച്ച പിള്ളേർക്കും വേറെ IIT കിട്ടിയിട്ടുണ്ടല്ലോ. നിന്റെ സ്കൂളിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. പഠിച്ച സ്കൂള് റഹ്മാനിയ സ്കൂൾ അല്ലേ? 10th വരെ നെസ്റ്റ് പബ്ലിക് സ്കൂൾ രാമനാട്ടുകര. അവിടെയാണ് അമ്മ പഠിപ്പിക്കുന്നത്. അമ്മ അവിടെ ടീച്ചർ. അച്ഛനിപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു? ഖത്തറിൽ ഹമദ് ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഞാന്, ഉമ്മ, അനിയന്, അനിയത്തി, വലിയമ്മ, വലിയ. അനിയൻ എത്രയിലാണ് പഠിക്കുന്നത്? അനിയന് 8ാം ക്ലാസ്സിൽ, അനിയത്തി 2ൽ. ഏതൊക്കെയാലും ഫസ്റ്റ് ചാൻസിൽ തന്നെ ആഗ്രഹം സഫലമായി അല്ലേ? സന്തോഷമാണോ? സന്തോഷമാണ്. ഹലോ, നമസ്കാരം. ജെയ് അഡ്വാൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 645 കരസ്ഥമാക്കിയ മാഹിർ അലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. കേരള റാങ്ക് 6 ആണ്. നമുക്ക് മാഹിർ അലിയോട് എങ്ങനെ ഈ റാങ്കിൽ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കും ഇനി ജെയ് അഡ്വാൻസ് ആസ്പിറൻസിനും ഒക്കെ അതൊരു ഗുണമായി തീരും. നമുക്ക് മാഹിർ അലിനെ പരിചയപ്പെടാം. എൻ്റെ പേര് മാഹിർ അലി. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ബ്രില്യന്റിന്റെ ഹൈബ്രിഡ് IIT പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. എനിക്ക് ഇപ്പോൾ നടന്ന ജെയ് അഡ്വാൻസിൽ കേരളത്തിൽ 6ാം റാങ്കും ഓൾ ഇന്ത്യ 645 കിട്ടി. ജെയ് മെയിനിന് കേരള 5th റാങ്ക് ആയിരുന്നു. നമ്മുടെ കോഴിക്കോട് സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ ഏത് ബാച്ചാണ് നമ്മുടെ കോഴിക്കോട് സെൻറ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് മാഹിർ അലിയോട് ചോദിക്കാം. മാഹിർ അലി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് സെൻട്രൽ എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. മെൻറ്റേഴ്സ് ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ രിഷ്ന മിസ്, സെൻറ്റർ ഇൻചാർജ് ജോർജ് സാർ, പിന്നെ പി സാർ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ട് ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യന്റിലെ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ബ്രില്യന്റിലെ മോഡൽ എക്സാം വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ ജെയ് അഡ്വാൻസിന്റെ ടെസ്റ്റ് സീരീസ് വളരെ മികച്ചതായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ജെയ് അഡ്വാൻസിനെക്കാളും ഇത്തിരി കൂടി ടഫർ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും എക്സാം എഴുതിയപ്പോൾ ഇത്തിരി ഈസി ആയിട്ടാണ് തോന്നിയത്. പിന്നെ എക്സാംസിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ കണ്ടുപിടിച്ചു. റിസൾട്ട് വന്ന കാര്യം നാട്ടിലൊക്കെ അറിഞ്ഞോ? നാട്ടുകാരൊക്കെ അറിഞ്ഞോ? ഫാമിലിയൊക്കെ അറിഞ്ഞോ? ഓക്കെ. അപ്പൊ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പൊ ഇത്രയും നല്ലൊരു സ്കോർ, ഇത്രയും നല്ലൊരു റാങ്കിലൊക്കെ എത്തിയല്ലോ. അപ്പൊ എങ്ങനെയാണ് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്?
അത് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഫുള്ള്. ഓക്കെ. അപ്പൊ വീട്ടുകാരുടെ ഒക്കെ ഉമ്മയുടെ ഒക്കെ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? എങ്ങനെയാ? ഭയങ്കര എന്തായാലും ഹാപ്പി ആയിരിക്കും, നമുക്കറിയാം ഒബ്വിയസ്ലി. പക്ഷെ എങ്ങനെയാണ് റിയാക്ഷൻ? റിയാക്ഷൻ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്കും നല്ല സന്തോഷം തോന്നി. ഹാർഡ് വർക്കിന്റെ ഫലം ലഭിച്ചു. അപ്പൊ മാഹിറെ, നമുക്കറിയാം ഈ ഒരു സ്കോറിലത്ത് അപ്പൊ നമുക്കൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പൊ മാഹിറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന JEE അഡ്വാൻസ് ആസ്പിരൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവും? ക്ലാസ് ഒക്കെ നല്ലപോലെ കേട്ടിരിക്കുകയായിരുന്നു. ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യും. നോട്ട്സ് ചെയ്താൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് വീട്ടിൽ വന്നാൽ റിവൈസ് ചെയ്യും. പിന്നെ പുള്ളിൻ്റെ തന്ന സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ വീക്ക്ലി മോഡൽ എക്സാംസിന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ബ്രില്ലിൻ്റെ മോഡൽ എക്സാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക. അപ്പം അതിന് കിട്ടിയിരിക്കുന്ന ഹയസ്റ്റ് മാർക്ക് എത്രയായിരുന്നു? നമ്മുടെ JEE അഡ്വാൻസിൻ്റെ മോഡൽ എക്സാം, ബ്രില്ലിൻ്റെ നടത്തിയ മോഡൽ എക്സാം ഉണ്ടല്ലോ, അപ്പം അതിൽ കിട്ടിയ ഹയസ്റ്റ് മാർക്ക്, പിന്നെ അതേപോലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഏതായിരുന്നു ഹയസ്റ്റ് മാർക്ക്? ഹയസ്റ്റ് ഐ തിങ്ക് 210 ആണ് കിട്ടിയത്. ലോവസ്റ്റ് ആണെങ്കിൽ 130. അപ്പൊ ഈ 210 കിട്ടിയപ്പോൾ എത്രയായിരുന്നു? റാങ്ക് എത്രയായിരുന്നു? അത് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു? ബ്രില്യന്റില് 9 ആയിരുന്നു തോന്നുന്നു. 9 ആണ്. അത് ഹയസ്റ്റ് അല്ലേ? 9 ആയിരുന്നു. ഇപ്പൊ ശരിക്കും എക്സാമിന് 225 കിട്ടി. 225 അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ദിവസം എത്ര സമയമൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ട്? ഏകദേശം എത്ര സമയമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം? ഞാൻ ടൈമിനും കാട്ടി കൂടുതൽ ഫോക്കസ് കൊടുത്തത് ഇങ്ങനെ ഓരോ ഡെയിലി ഇത്ര കംപ്ലീറ്റ് ചെയ്യണമെന്ന് ടാസ്ക് വെച്ചിട്ടായിരുന്നു പഠിച്ചത്. അതെല്ലാ ദിവസവും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടാതിരിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ബ്രില്യന്റിലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടാതെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഒരു 10 മിനിറ്റ് ആ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ നോക്കും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യും. മാഹിർ നമ്മുടെ ഹൈബ്രിഡ് ബാച്ചിലെ വിദ്യാർത്ഥിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മാഹിറെ, അപ്പോൾ ഈ ബോർഡ് എക്സാമിനും നമ്മളെ എൻട്രൻസിനും കൂടെ ഒരുമിച്ചാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറയുന്നത്? അത് ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി നന്നായി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്തായാലും ബോർഡ് എക്സാമിന് നല്ല സ്കോർ തന്നെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ടൈം ലാംഗ്വേജസിനൊക്കെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ. അപ്പം നല്ല സ്കോർ ബോർഡ് എക്സാമിനും കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പം അടുത്ത വർഷം JEE മെയിനും JEE അഡ്വാൻസ് ഒക്കെ എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അപ്പം അവരോട് മാഹിറിന് എന്താ പറയാനുള്ളത്? കുറച്ച് ടിപ്സോ കാര്യങ്ങളോ മാഹിറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? JEE അഡ്വാൻസിൽ മെയിൻ കീ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ടൈമൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കിട്ടുന്ന ക്വസ്റ്റ്യനിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത് JEE അഡ്വാൻസിന്റെ ഒക്കെ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? കമ്പ്യൂട്ടറിൽ തന്നെ ബ്രില്യന്റിൽ മോഡൽ എക്സാംസ് എഴുതിയ അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത്രയും മികച്ചൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അവൻ്റെ ഹാർഡ് വർക്കിന് ഉള്ള വിജയം കിട്ടി. അവനക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. ഫുൾ ടൈം ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം പഠിക്കുമായിരുന്നു അവൻ. അതിനുള്ള ഒരു റിസൾട്ട് അവനക്ക് കിട്ടി. ബ്രില്യന്റിൽ ചേർന്നതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഇത്രയും മികച്ചൊരു നേട്ടം അവനക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അവിടുത്തെ സപ്പോർട്ടും ടെസ്റ്റ് സീരീസും ഒക്കെ അവനെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റേ നമ്മളെ റിസൾട്ട് ഒക്കെ വന്ന് സന്തോഷായില്ലേ? മറ്റേ നിന്റെ പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനുള്ള ഒരു സന്തോഷം ഉണ്ടായി. അത് നമുക്കും അതുപോലെ തന്നെ നല്ല സന്തോഷവും. പിന്നെ എന്റെ സാർമാരൊക്കെ വിളിച്ചോ? മെന്റർമാരൊക്കെ പിന്നെ ഇങ്ങനെ ഇതാക്കിയവരൊക്കെ വിളിച്ച് വിവരം അറിയിച്ചില്ലായിരുന്നു? അവരോട് സന്തോഷം ഒക്കെ പങ്കിട്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്കൊക്കെ എല്ലാവർക്കും വീട്ടിലുള്ളവരും എല്ലാരും നല്ല സന്തോഷത്തിലാണ്. ഇത് മുന്നോട്ട് ഇനിയും പോട്ടെ ഏതായാലും കേട്ടോ മഹിയ. ഷറാട്ടെ ഏതായാലും. കൺഗ്രാറ്റുലേഷൻസ്. Brilliant Study Center.
India's #1 coaching center for NEET and JEE.